ഇത് കഴക്കൂട്ടം കിൻഫ്രയുടെ അടുത്തുള്ള ഒരു പെരയിടത്തു നിന്നാണ് ഈ അണലി എടുക്കുന്നത്. ഇങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള കാരണം എല്ലാവരും അറിയാനാണ്. അവിടെയൊക്കെ ഒത്തിരി പെരയിടങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഒരാൾ പൊക്കാൻ കാട് പിടിച്ച് കിടപ്പുണ്ട്. അവിടെ അത് വൃത്തിയാക്കാൻ തന്നെ ഏതാണ്ട് അവന്മാർക്ക് ഒരാഴ്ച വരെ വേണ്ടി വന്നു. ഞാൻ ആദ്യം അവിടെ പോയി എടുത്തത് ഒരു ചുരുട്ടയായിരുന്നു. അതെടുത്തതിൻ്റെ അന്ന് തന്നെ ഒരു മലനീർക്കോലി അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് ചേര, മൂർഖൻ, അണലി, ഇങ്ങനെ ഏതാണ്ട് 7ഓളം പാമ്പുകളെ ഞാൻ അവിടെ നിന്ന് പിടികൂടി. ഇതിപ്പോ പറമ്പിന്റെ ഉടമസ്ഥന്റെ അടുത്ത് അവർ വിളിച്ച് പറയാ, അയാളാണ് എന്നെ നേരിട്ട് വിളിച്ചത്. പക്ഷെ ഇത്രയും വലിയ പെരയുടെ ഇതുപോലെ ഒഴിഞ്ഞ് കിടക്കുന്നത് എവിടെ ആയിരുന്നാലും ഡേഞ്ചറാണ്. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പെരയിടങ്ങൾ വെട്ടി വൃത്തിയാക്കി ഇടുക. ഇതിപ്പോ ഒരൈറ്റം ഒന്നല്ലല്ലോ, ഏതാണ്ട് 3-4 ഐറ്റം പാമ്പുകളാണ് അതിനകത്ത് കിടന്നിരുന്നത്. കാരണം ഗേറ്റ് വഴി അകത്ത് കയറി വരാൻ പറ്റും, പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റൂല. അതുമല്ല, ഒരു സൈഡിൽ നിന്ന് വെട്ടി ക്ലിയർ ചെയ്ത് വന്നപ്പോഴത്തേനും പുറത്ത് പോവാതെ ഇരുന്ന പാമ്പുകളെല്ലാം അവിടെ തന്നെ കയറി ഒളിച്ചു. ചില ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദിക്കാരന്മാർക്ക് പോലും കടി കിട്ടിയിട്ടില്ല. ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഇവിടെ പറയാം. കാരണം ഇതവര് ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഇതൊക്കെ കാണുമെന്നുള്ള ശ്രദ്ധയൊന്നും ഇല്ലല്ലോ. ഏതാണ്ട് 7 പേരാണ് അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നത്. അവരാണ് ഈ കാണിക്കുന്നത് വീഡിയോയിൽ. പിന്നെ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു. വീട്ടുകാരും പറഞ്ഞു ഇടയ്ക്ക് അവരുടെ വീടിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്, അവർ നോക്കി നിന്നു. പക്ഷെ ഇപ്പുറത്തെ വിളയിലോട്ടാണ് കയറിപ്പോയത്, അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ആ വിള ഫുള്ള് ക്ലിയർ ആക്കിയപ്പോഴത്തേനും 7ഓളം പാമ്പുകളെ എടുക്കാൻ പറ്റി. അതില് ഒരു അണലിയും കൂടി ഉണ്ടായിരുന്നു. അതാണ് അത്ഭുതം. മൂർഖൻ, ചേര, ചുരുട്ട, മലനീർക്കോലി, അത്രയും ഉണ്ടായിരുന്ന പുരയിടത്തിനകത്ത് നിന്ന് ഒരു അണലിയും കൂടി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇതായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഇവര് അണലിയുടെ കുഞ്ഞുങ്ങളെ കണ്ടുവന്നു, അവനെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം വലിയ അണലി ഇവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള പറമ്പുകൾ വീട്ടിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ക്ലിയർ ചെയ്തിടാൻ പറയുക. കൊച്ചു പിള്ളേര്, വലിയവര് ഒരുപോലെ സഞ്ചരിക്കുന്ന റോഡുകളാണ്. അതും വലിയ റോഡുകളല്ല, ചെറിയ വഴികളാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വേറെയും പല പാമ്പുകളും വന്ന് കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ഇതിനകത്തുനിന്ന് ഒരു ആമയും കിട്ടിയിട്ടുണ്ട്. കരയാമ, ആമേനെയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത തോട്ടിൽ വിട്ടു. എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക. വീടിനോട് ചേർന്ന് പറമ്പുകളൊക്കെ കാട് പിടിച്ച് കിടക്കുന്നെങ്കിൽ മാക്സിമം ക്ലിയർ ആക്കി ഇടുക. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അത് ചെയ്യാം. എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വോയിസ് ഇട്ടിടുന്നത്. ആ വീഡിയോയിൽ സംസാരിക്കുന്നത് ചിലർക്കൊന്നും കേട്ടാൽ മനസ്സിലാവില്ല, മൊത്തം ഹിന്ദിക്കാരന്മാരാണ്. ശരി, അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൊടുക്കണം, പിന്നെ ഒരു ലൈക്കും കൂടി അടിച്ച് ഷെയർ ചെയ്തേക്കണം. എല്ലാം നിങ്ങളുടെ സന്തോഷം പോലെ. ഓക്കെ, താങ്ക് യു.